ഹലോ മുത്തുള്ളി, എന്തൊക്കെ പാട് സുഖമില്ല. അപ്പോൾ ഇന്ന് നല്ല കിടില അപ്ഡേഷനായിട്ട് വന്നിരിക്കുന്നതിന് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഒരുമിച്ച് വരുന്നൊരു മൾട്ടി സ്റ്റാർ മൂവി ഉണ്ടല്ലോ, നമ്മുടെ പാട്രിയോട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തിട്ട് അദ്ദേഹം ഇനി അഭിനയിക്കാൻ പോകുന്ന മൂവിയാണ് പാട്രിയോട്ട്. അതിൻ്റെ ഒരു ലാലേട്ടൻ്റെ ഏകദേശം ഒരു 99% അദ്ദേഹത്തിന് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മമ്മൂക്കയും ലാലേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ് നമ്മൾ. കാരണം മമ്മൂക്കയും ലാലേട്ടനും തമ്മിലൊരു ഫൈറ്റ് സീനാണ് ഇനി ബാക്കിയുള്ളത്. അതുപോലെ തന്നെ ഒരു ഔട്ട്ഡോർ സീനും അതുപോലെ ഇൻഡോർ സീനും ഉണ്ട്. 2-3 സീനും അതുപോലെ ഫൈറ്റ് സീനും ഇവർ തമ്മിലുള്ള ഫൈറ്റ് സീനുണ്ട്. അപ്പോൾ അത് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 24 നമ്മുടെ കൊച്ചിയിൽ, കളമശ്ശേരി, അതുപോലെ കാക്കനാട് ഈ ഏരിയയിൽ വെച്ചിട്ടേക്കാരും അതിൻ്റെ ഫൈറ്റ് സീൻ എടുക്കാൻ പോകുന്നത്. പിന്നെ ബാക്കി അതിൽ അഭിനയിക്കാൻ പോകുന്ന ആ സീൻസിൽ വരാൻ പോകുന്നത് ഫഹദ് ഫാസിൽ, അതുപോലെ നയൻതാര, ഇവർ 4 പേരുമാണ് ആ സീൻസിൽ അഭിനയിക്കാൻ പോകുന്നത്. കാരണം മമ്മൂക്കയ്ക്ക് ഇനി 2 മാസത്തോളം അദ്ദേഹം ഈ പാട്രിയോട്ടിൽ അദ്ദേഹത്തിന് ഷൂട്ട് ബാക്കിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ലാലേട്ടന്, അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബന്, ഫഹദ് ഫാസിന് ചെറിയ സീൻസ്. ലാലേട്ടൻ്റെ ഒരുവിധം കഴിഞ്ഞ് ഇനി ഫഹദ് ഫാസിൽ, മമ്മൂക്ക, അതുപോലെ തന്നെ നമ്മുടെ ചാക്കോച്ചൻ്റെ സീൻസ് ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 24 അദ്ദേഹം ജോയിൻ ചെയ്യും. അതിനു മുമ്പ് തന്നെ അദ്ദേഹം സെപ്റ്റംബർ 21 അദ്ദേഹത്തിന് ഒരു ഓഫ് സ്ക്രീൻ എൻട്രി, കാരണം അദ്ദേഹം ബർത്ത്ഡേ ആയിട്ടും കൂടി അദ്ദേഹം നമുക്ക് മുമ്പിൽ ഒരു ഓഫ് സ്ക്രീൻ എൻട്രി നമുക്ക് തന്നിട്ടില്ല. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം ഒരു പിക്ക് മാത്രം തന്നിട്ടുള്ളൂ. അതും ന്യൂ പിക്കല്ലത്, അത് ഓൾഡ് പിക്കാണ്. ഒരുപാട് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ന്യൂ പിക്കാണ്. ഒരിക്കലും അത് ന്യൂ പിക്കല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഓൾഡ് പിക്കാണ്. ചെന്നൈയിൽ അദ്ദേഹം ഒരു ബീച്ചിൽ നിന്ന് എടുത്ത ഒരു പഴയ ടൈമിലെടുത്ത പിക്കാണ്. അത് അദ്ദേഹം ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഇട്ടു എന്നുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ അല്ല. അപ്പോൾ ആൾക്കാരോടൊന്ന് ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ജസ്റ്റ് പിക്ക് ഇട്ടിടുന്നു. അല്ലാതെ ഒരിക്കലും അത് ന്യൂ പിക്കല്ല. അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി പറഞ്ഞാൽ സെപ്റ്റംബർ 21 അദ്ദേഹത്തിന് എൻട്രി. പക്ഷെ അദ്ദേഹം മൂവിയിൽ ജോയിൻ ചെയ്യുക സെപ്റ്റംബർ 24 കാരണം മമ്മൂക്കൊക്കെ മുടിയൊക്കെ നീട്ടി വളർത്തി നല്ല കട്ടത്താടി ലുക്കിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അല്ലാതെ അതൊന്നല്ല അദ്ദേഹത്തിൻ്റെ ലുക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം വേറെ വർക്കൗട്ട് ചെയ്ത് അദ്ദേഹത്തിന് ബോഡി വെയിറ്റൊക്കെ ഒന്ന് കുറച്ചിരിക്കണം, വേറെ ലുക്കാവും. അപ്പോൾ ഒക്കെ പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇറങ്ങാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ കട്ട വില്ലനിസം കാണിക്കാൻ പോകുന്ന മൂവിയാണ് നമ്മുടെ കളങ്കാവ്. അതിൽ നമ്മുടെ വിനായകൻ നായകനും അദ്ദേഹം വില്ലനായിട്ട് ഒരു ഒരു കൊടൂര വില്ലനായിട്ട് തന്നെ അദ്ദേഹം നമുക്ക് മുമ്പിൽ അഴിഞ്ഞാടാൻ പോകും. പാലേരി മണിക്കത്തിനൊക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടം, ഒരു മാസ് രീതിയിലുള്ള അഴിഞ്ഞാട്ടം കൂടി നമുക്കതിൽ കാണട്ടോ. അദ്ദേഹം വന്നാൽ ഉടനെ അദ്ദേഹം ഈ പാട്രിയോട്ടിൽ ജോയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കളങ്കാവിൻ്റെ ഡബ്ബിംഗ് പോർഷൻ അദ്ദേഹം തീർക്കാൻ ബാക്കിയുണ്ട്. അതിനുശേഷം ഒക്ടോബർ മാസമാവും ചിത്രത്തിൻ്റെ റിലീസ്. ചിലപ്പോൾ അത് നവംബറിലേക്കാവാം. ഈ വർഷം പിന്നെ അദ്ദേഹത്തിന് ഒരു മൂവി റിലീസ് ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് ഇയർ ആവും പാട്രിയോട്ടൊക്കെ റിലീസ്. അതുപോലെ തന്നെ ഒരു മാസ് മസാല, വേറൊരു മൂവി വരാനുള്ളത് നിതീഷ് സഹദേവിൻ്റെ ഒരു മാസ് മസാല, ഒരു ചെന്നൈ ബേസ്ഡ് ഗുണ്ട സ്റ്റോറി വരാനുണ്ട്. അതോടൊപ്പം തന്നെ അതിനേക്കാളും ഏറെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്ന മൂവി ലോക ചാപ്റ്റർ 2 വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക അതിലുണ്ട്. അദ്ദേഹം ആ ഒരു മൂത്തോൻ എന്ന ക്യാരക്ടറിലാണ് അദ്ദേഹം വരുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊണ്ട് അദ്ദേഹം അതിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടിൽ അതിൻ്റെ ചാപ്റ്റർ 2 അദ്ദേഹവും ദുൽഖറും ടൊവിനോയും കൂടി ആയിരിക്കും അതിൽ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. ബിലാലിനേക്കാളും കൂടുതൽ ഇപ്പോൾ ആളുകളൊക്കെ വെയിറ്റ് ചെയ്യും മമ്മൂക്കയുടെ ലോക ചാപ്റ്റർ 2 മൂത്തോൻ്റെ ആ ഒരു ക്യാരക്ടർ റിവീലിങ്ങിന് വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് അതൊരു മമ്മൂക്കയുടെ ക്യാരക്ടർ ഡ്രാക്കുളയാണോ എന്ന് ചെറിയൊരു ഡൗട്ട് കിട്ടും. ഒരുപാട് യക്ഷികളും പ്രേതങ്ങളും മാടനും മറുതിയും ഒടിയനൊക്കെ ചാത്തനൊക്കെ ഉള്ള ആ ഒരു ലോകത്ത് ആരെ കൊടുന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷെ മമ്മൂക്കയുടെ ക്യാരക്ടർ മിക്കവാറും ഡ്രാക്കുളയാവാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ 2-3 മൂവി അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലിപ്പോൾ ഓൾറെഡി ഉള്ളതുണ്ട്. അതിനുശേഷം ബാക്കിയൊക്കെ അദ്ദേഹം വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മമ്മൂക്ക ലാലേട്ടൻ ഒന്നിക്കുന്ന ഈ പടത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.